ഹലോ. അപ്പോൾ എൻ്റെ FB പോസ്റ്റിൽ ഏറ്റവും വൈറലായ ഒരു പോസ്റ്റായിരുന്നു ഈന്തിൻ്റെത്. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടോയെന്ന് 1.1K കമൻസും കുറേ ലൈക്കും കിട്ടിയൊരു പോസ്റ്റായിരുന്നു. അങ്ങനെ ആ ഈന്ത് പൊടിച്ചിട്ട് പൊടിയുണ്ടാക്കി ഞാൻ ഈന്തും പിടി ഉണ്ടാക്കി. പഴയ കാലത്ത് വീട്ടിൽ ഈന്തും പിടി ഉണ്ടാക്കുന്നന്ന് നല്ലൊരു ഉത്സവമാണ്. കാരണം എല്ലാവരും ജ്യേഷ്ഠത്തിമാരൊക്കെ നിൽക്കാൻ വരുന്ന ദിവസമാണ് ഉമ്മ ഈന്തും പിടി ഉണ്ടാക്കൽ. അപ്പോൾ ഈ ഈന്തും പിടി കഴിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമം തോന്നി ഉമ്മാൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഈന്തും പിടി ഉണ്ടാക്കാൻ ഞാൻ 1.5 കപ്പ് ഈന്തിൻ്റെ പൊടിയെടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം സ്പാച്ചുല കൊണ്ട് ഇളക്കി വെള്ളം പാകമാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ കുറേശ്ശെ എടുത്തിട്ട് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് അതുപോലെ ബോൾസാക്കി എടുത്തു. അങ്ങനെ മുഴുവനും ബോൾസാക്കിയതിന് ശേഷം ആണ് നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. അതിന് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് നന്നായി വെട്ടി തിളക്കുമ്പോൾ നമ്മുടെ ഈന്തിൻ പിടി അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെക്കുക. ഇത് എല്ലാം വേവുമ്പോൾ ഈന്ത് മുകളിലേക്ക് പൊങ്ങി വരും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ അരിപ്പ കൊണ്ട് അരിച്ച് മാറ്റി വെക്കും. അങ്ങനെ മുഴുവൻ ഈന്തും ഞാൻ അങ്ങനെ വേവിച്ചെടുത്തു. പിന്നെ നമുക്ക് ഇതിനെ അരക്കാനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് തേങ്ങ, ചെറിയുള്ളി, പെരിഞ്ചീരം, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുക്കണം. പിന്നെ ബീഫ് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ബീഫ് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് വേവിച്ച ബീഫ്, നമ്മളെ ഈന്തിൻ പിടി, പിന്നെ കായൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട, കാരണം അത്രയും നമ്മളെ ബീഫിലെല്ലാം ഉണ്ടാവും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വറുത്ത തേങ്ങ നന്നായിട്ട് അരക്കുക. നല്ല ചാന്ത് പോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും നന്നായി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഈന്തിൻ പിടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.